നിങ്ങൾ എവിടെ നിന്നാണ് ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചത്? എത്ര കാലമായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നു? ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണിയുടെ പ്രത്യേകത എന്താണ്? നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ട് ഏറ്റവും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആരാണ്? അതൊക്കെ ഒന്ന് പറഞ്ഞു. ബിരിയാണി ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് എൻ്റെ ഉമ്മയാണ്. ഉമ്മാൻ്റെ അടുത്ത് കണ്ടിട്ട് പഠിച്ചതാണ്. പിന്നെ ആക്കാൻ തുടങ്ങിയത് കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ആ സമയത്താണ് ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചത്, സ്റ്റാർട്ട് ചെയ്തത്. കല്യാണം കഴിഞ്ഞിപ്പോൾ 12 വർഷമായി. അല്ല, കോമ്പറ്റീഷന് പോയി തുടങ്ങിയപ്പോഴാണ് ഫുഡ് ഉണ്ടാക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റോട് കൂടി പഠിച്ചത്. അപ്പോൾ മത്സരിച്ച് വയറ്റി തെളിഞ്ഞ ഒരാളാണ്. എത്ര കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ട്? കുറേ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തുനിന്നും സമ്മാനം കിട്ടാറുണ്ടോ? അതും കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഉണ്ടാക്കിയ ബിരിയാണി ഞാൻ വന്നിട്ട് ലവ് ചിഹ്നത്തിൽ ഉണ്ടാക്കിയ ചക്കേൻ്റെ അകത്ത് പ്രസന്റ് ചെയ്തിട്ടുള്ള ശരി. താങ്ക് യു. So the first winner of this contest, പേരെന്താ? ഫൈസ റാഷിദ് ഫ്രോം കാസർഗോഡ്. നിങ്ങളുടെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടോ? ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. എവിടെ? ഫ്രണ്ടിൽ തന്നെ ഫോട്ടോ എടുത്തിട്ട് വളരെ നല്ലൊരു കാഴ്ചയാട്ടോ അത്. വൈഫ് അവിടെ സമ്മാനം നേടി നിൽക്കുമ്പോൾ ഹസ്ബൻഡ് നമ്മുടെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ അതൊരു കൺകുളിർക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. സോ അതിൽ നിന്ന് മനസ്സിലാക്കാം ദ മോട്ടിവേഷൻ. ഇവരുണ്ടാക്കുന്ന ഏത് ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടം? ആണെന്ന് അറിഞ്ഞിട്ട് കല്യാണം കഴിച്ചതാണോ അതോ കല്യാണം കല്യാണ ശേഷം അതാണ്. തീർച്ചയായിട്ടും കിച്ചണിൽ കയറാതെ സഹായിക്കരുത്. ഏറ്റവും വലിയ സഹായം അല്ല, ചില ആണുങ്ങളുണ്ട് കേട്ടോ അങ്ങനെ കിച്ചണിൽ കയറി അലമ്പാക്കി കാണും. അപ്പോൾ അതുപോലെ ഒരാളാണെന്ന് തോന്നുന്നു. കുറെ ആൾക്കാർ അവിടെ റിലേറ്റ് ചെയ്ത് ചിരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പഞ്ചായത്തിലേക്ക് വരണ്ട, ഞാൻ എന്തെങ്കിലും ആക്കിക്കോളാന്ന് പറയുന്നതായിരിക്കും അല്ലേ? ഹെൽപ്പ് ചെയ്യോ? എന്നിട്ട് കയറാതെ സഹായിക്കലാണല്ലോ പറഞ്ഞത്. വെറുതെ പറഞ്ഞു, വിനയം കൊണ്ട് പറഞ്ഞതാണ്. So the first prize നൽകുവാൻ നമ്മുടെ കൊമേഴ്ഷ്യൽ മാനേജർ മിസ്റ്റർ റഹീം. The first prize of today's biryani challenge. Lulu won the World Comes to Shop presented Lulu World Food Festival ഭാഗമായി നടന്ന തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി ചാലഞ്ചിലെ വിന്നർ സെക്കൻഡ് ആൻഡ് തേർഡ് വിന്നേഴ്സ് ദയവായി സ്റ്റേജിലോട്ട്